കേരള ബാലറ്റ് തുടരുന്നു. താമരശ്ശേരി രൂപതയുടെ അഭിപ്രായം മാനിച്ച് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാമെന്ന് സംബന്ധിച്ച മുസ്ലിം ലീഗ് 2011 നൽകിയ കത്ത് പുറത്തുവന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നൽകിയ കത്താണ് പുറത്തായത്. സീറ്റും സ്ഥാനാർത്ഥിയെയും തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച വേണ്ടെന്നാണ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. താമരശ്ശേരി രൂപത പ്രതിനിധിയുടെയും രമേശ് ചെന്നിത്തലയുടെയും സാന്നിധ്യത്തിലാണ് ഈ കത്ത് അന്നത്തെ ലീഗ് ജനറൽ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിക്ക് കൈമാറിയത്. തിരുവമ്പാടിയിൽ മലയോര കുടിയേറ്റ കർഷക പ്രാതിനിധ്യം വേണമെന്ന സഭയുടെ സമ്മർദ്ദത്തെ തുടർന്ന് 2011 കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് 2016 സീറ്റ് കൈമാറുമെന്ന വ്യവസ്ഥ ഉണ്ടാക്കിയത്. കത്തിൽ പറയുന്നത് ഇങ്ങനെ: ഈ പ്രാവശ്യത്തെ സീറ്റ് വിഭജന ചർച്ചയിൽ തിരുവമ്പാടി സീറ്റ് ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സീറ്റ് വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ട്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് കോൺഗ്രസിന് വിട്ടുതരാനും പകരം കോൺഗ്രസിൽ നിന്ന് മറ്റൊരു സീറ്റ് വാങ്ങി തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ സന്നദ്ധരാണെന്നും അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ തന്നെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് ക്രൈസ്തവനായ ഒരാളെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലെ മലയോര വികസന സമിതി രംഗത്തെത്തിയിരുന്നു. ഈ ഉടമ്പടി കത്ത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മലയോര വികസന സമിതിയുടെ നീക്കമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം നടന്ന സാഹചര്യത്തിൽ കത്ത് ചർച്ച ചെയ്യേണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കത്ത് കൊടുത്തത് മുഖ്യമന്ത്രിക്കാണെങ്കിൽ അതല്ലേ പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയും ഞങ്ങളൊക്കെ ഇപ്പോഴും ചർച്ച നടക്കുകയാണല്ലോ. മുഖ്യമന്ത്രിയെ കത്ത് കൊടുത്താണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കും. മനസ്സിലായല്ലേ? അതിൻ്റെ ഡീറ്റെയിൽസ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് പിന്നെ അതിൻ്റെ വിശദാംശങ്ങളും ആദ്യമായിട്ട് ഞങ്ങൾ ചർച്ച വീഡിയോ ഇപ്പോഴും ചർച്ച നടക്കുന്നില്ലേ. തിരുവമ്പാടി സീറ്റ് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ പുനർവിചിന്തനം വേണ്ട എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് തിരുവമ്പാടി സീറ്റ് ഏറ്റെടുത്തില്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥികളുമായി തെരഞ്ഞെടുപ്പിനിറങ്ങാൻ മലയോര വികസന സമിതിയും തീരുമാനിച്ചിട്ടുണ്ട്. ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്. തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ കത്ത് പുറത്തുവന്നതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി. കോൺഗ്രസിലെ ചില നേതാക്കളാണ് കത്ത് ചോർത്തി രൂപതയ്ക്ക് നൽകിയതെന്നാണ് നേതൃത്വത്തിന്റെ നിഗമനം. തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗിന്റേത് തന്നെയാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ ആവർത്തിച്ചു. തിരുവമ്പാടി സീറ്റിനെ ചൊല്ലി തർക്കം മൂർച്ഛിക്കുന്നതിനിടെയാണ് 2011 ലീഗും കോൺഗ്രസും തമ്മിൽ ഉറപ്പിച്ച കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കത്ത് ചോർന്നതെന്ന നിഗമനത്തിലാണ് ലീഗ്. കത്തിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരുപാട് കത്തുകൾ ഇത്തരത്തിൽ ഉണ്ടാവുമെന്ന മറുപടിയാണ് കുഞ്ഞാലിക്കുട്ടി നൽകിയത്. ഉമ്മൻചാണ്ടിക്ക് എഴുതിയ കത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് കത്തുകൾ ഉണ്ടാവും. അത് ഉമ്മൻചാണ്ടിയും ഞങ്ങളുമായിട്ട് സംസാരിച്ചു കൊള്ളാം. സീറ്റ് മുസ്ലിം ലീഗിന്റെ തന്നെയാണെന്ന കാര്യം ആവർത്തിച്ചു പറഞ്ഞ് പ്രശ്നം തണുപ്പിക്കാനാണ് KPCCയുടെ ശ്രമം. ലീഗിന് അനുവദിക്കപ്പെട്ട ലീഗ് സ്ഥാനാർത്ഥിയെ ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് UDF അനുവദിച്ചിട്ടുള്ള സീറ്റാണ് അത് എന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. താമരശ്ശേരി രൂപതയ്ക്കെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു. എന്ത് മര്യാദ ചോദിക്കാൻ? ഇന്നലെ ചോദിച്ചിട്ടില്ല, മിനിഞ്ഞാന്ന് ചോദിച്ചിട്ടില്ല, പിന്നെ ഇപ്പൊ ചോദിക്കാനുള്ള സാഹചര്യത്തിന്റെ കാരണം എന്താണ്? രൂപത നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിൽ കത്ത് പുറത്തു വന്നത് മുസ്ലിം ലീഗ് നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മീഡിയ 1, തിരുവനന്തപുരം. 2 തവണ മത്സരിച്ചവരെ വീണ്ടും മത്സരിപ്പിക്കരുതെന്ന തീരുമാനത്തിൽ ഇളവ് നൽകാൻ CPI ആലോചിക്കുന്നു. വിജയസാധ്യത പരിഗണിച്ച് 2 തവണ മത്സരിപ്പിച്ചവരെയും ഇത്തവണയും മത്സരിപ്പിക്കാനാണ് CPIയുടെ തീരുമാനം. 2 തവണ MLA ആയവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടെന്നാണ് CPI നേരത്തെ തീരുമാനിച്ചിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കർശനമായി നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. KP രാജേന്ദ്രൻ, ബിനോയ് വിശ്വം തുടങ്ങിയവർക്ക് സീറ്റ് നിഷേധിച്ചത് ഇക്കാരണത്താലാണ്. ഇത്തവണ BS സുനിൽകുമാർ, ES ബിജിമോൾ, മുല്ലക്കര രത്നാകരൻ തുടങ്ങിയവർക്ക് 2 ടേം പൂർത്തിയാകും. എന്നാൽ ഇവരെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടെന്നാണ് പാർട്ടി തീരുമാനം. ഇവർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് അതാത് മണ്ഡലങ്ങളിലെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന വിലയിരുത്തലാണ് പാർട്ടി ജില്ലാ ഘടകങ്ങൾ. അതുകൊണ്ട് തന്നെ 2 തവണ മത്സരിച്ചവരെ സ്ഥാനാർത്ഥിയാക്കേണ്ടെന്ന തീരുമാനത്തിന് ഇളവ് നൽകാൻ CPI നിർബന്ധിതരായിരിക്കുകയാണ്. അതേസമയം C ദിവാകരനെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിച്ചേക്കില്ല. ഇക്കാര്യത്തിൽ 11 ചേരുന്ന സംസ്ഥാന കൌൺസിൽ അന്തിമ തീരുമാനമെടുക്കും. മീഡിയ 1, തിരുവനന്തപുരം. പാർട്ടി ആവശ്യപ്പെട്ടാൽ പറവൂർ സീറ്റിൽ മത്സരിക്കുമെന്ന CPI എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജു. സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടാൽ മൂവാറ്റുപുഴ സീറ്റ് ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തിന് വിട്ടുകൊടുക്കുന്നതിൽ വിരോധമില്ലെന്നും രാജു മീഡിയ 1നോട് പറഞ്ഞു. പകരം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ തന്നെ വിജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പറവൂരും മൂവാറ്റുപുഴയുമാണ് എറണാകുളം ജില്ലയിൽ CPI മത്സരിക്കുന്ന മണ്ഡലങ്ങൾ. കഴിഞ്ഞ തവണ 2 മണ്ഡലങ്ങളിലും പക്ഷേ പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെട്ടിരുന്നു. ഇത്തവണ പറവൂരിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ P. രാജുവിനെ വീണ്ടും മത്സരരംഗത്തിറക്കണമെന്ന ആവശ്യം പാർട്ടിക്കകത്ത് സജീവമാണ്.
സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറവൂർ മുൻ MLA കൂടിയായ പി രാജു പറഞ്ഞു. പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ അവിടെ മത്സരിച്ച് വിജയിച്ചൊരു ടൂർണമെന്റ് രണ്ടു മത്സരിക്കുകയും ഒരു തോക്കുകയും ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴ മണ്ഡലം ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തിന് നൽകണമെന്ന് ജില്ലയിൽ അനൌപചാരികമായി CPM സൂചിപ്പിച്ചെങ്കിലും സംസ്ഥാന തലത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല. സീറ്റ് ഫ്രാൻസിസ് ജോർജിന് നൽകണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടാൽ നൽകുമെന്നും പകരം കിഴക്കൻ മേഖലയിൽ തന്നെ സീറ്റ് നൽകണമെന്നും പി രാജു പറഞ്ഞു. 2 സീറ്റുള്ളത് പടിഞ്ഞാറൻ പ്രദേശത്തും മറ്റൊന്ന് കിഴക്കൻ പ്രദേശത്തുണ്ട്. അപ്പോൾ ഇനി വന്നാലും കിഴക്കൻ പ്രദേശത്ത് സൂട്ടബിൾ ആയിട്ടുള്ള സീറ്റുകൾ CPIക്കുണ്ട്. അത് വളരെ മോശമല്ല, ആ പ്രദേശത്തുള്ളതൊന്നും മോശമല്ല. സാധ്യതാ പട്ടിക 16 തയ്യാറാക്കും. കഴിഞ്ഞ തവണ പന്ന്യനെ രംഗത്തിറക്കിയതുപോലെ പുറത്തുനിന്നുള്ള ആരെങ്കിലും മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയിൽ നിർദ്ദേശം വന്നാൽ അതും പരിഗണിക്കുമെന്നും പി രാജു വ്യക്തമാക്കി. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം.